സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രാർത്ഥനയോടുകൂടെ വീണ്ടും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വിശ്വാസ വീരന്മാരെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നല്ലോ ദാസൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ രാത്രികാലവും ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയർലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മള് വിശ്വാസ വീരന്മാരുടെ പട്ടിക, സാക്ഷ്യം ലഭിക്കുന്ന വിശ്വാസം എന്നുള്ളതായിരുന്നു അതിന്റെ ടൈറ്റിൽ ഞാൻ കൊടുത്തത്. ഈ സാക്ഷ്യം ലഭിച്ച വിശ്വാസ വീരന്മാരെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഹാനോക്ക്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. അതുപോലെ തന്നെ ഹാബേലിന്റെ വിശ്വാസം, രക്തം സംസാരിച്ചു കൊണ്ടിരുന്നു. മരിച്ചിട്ടും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സംസാരിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണാൻ സാധിക്കുന്നത് വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാട് ലഭിച്ചവനാണ്. അപ്പോൾ അത് ചിന്തിച്ചു നോക്കിയേ, ഒരിക്കലും കണ്ടിട്ടില്ലാത്തതിനെ കുറിച്ച് അരുളപ്പാട് ലഭിച്ച് അതിനു വേണ്ടി നിലനിന്ന ഒരു മനുഷ്യൻ നോഹ. അതിനുശേഷം വിശ്വാസത്താൽ അബ്രഹാം പല കാര്യങ്ങളും ചെയ്തതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവര് പരാമർശിച്ചിട്ടുണ്ട്. തനിക്ക് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ പുരയിടത്തിന്റെ കാര്യം, മക്കളുടെ കാര്യം, ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ താൻ വിശ്വാസത്താൽ തന്റെ മകനെ യാഗമർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അബ്രഹാമിന്റെ വിഷയത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുന്നത്. അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ് അനുഗ്രഹിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. വിശ്വാസത്താൽ യാക്കോബ് തന്റെ മക്കളെ ജോസഫിനെ അനുഗ്രഹിച്ചത്, ജോസഫിന്റെ തലമുറയായിരുന്ന മനശ്ശെയും എഫ്രൈമിനെയും അനുഗ്രഹിക്കുന്നത് നമ്മൾ കണ്ടു. വിശ്വാസത്താൽ ജോസഫ് മരിക്കുന്നതിന് മുമ്പ്, മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ മാതാപിതാക്കള് ആ ശിശു സുന്ദരനെന്ന് കണ്ടതും അവനെ ഒളിപ്പിച്ചു വെച്ചതും പിന്നെ നദിയിൽ ഇട്ടതുമായ കാര്യങ്ങളാണ് സാധിക്കും. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ മോശ ചെയ്ത പ്രവർത്തികൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. വിശ്വാസത്താൽ മോശ കടിഞ്ഞൂൽ സംഹാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. വിശ്വാസത്താൽ മോശ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി നടന്നു. ഇതൊക്കെ നിസ്സാര കാര്യമാണെന്നോ, നമ്മളിത് വായിച്ചു കുറച്ച് കേട്ടുമല്ല, ഇത് എല്ലാം അനുഭവിച്ചറിഞ്ഞവരാണ്. വിശ്വാസത്താൽ 7 ദിവസം യോശുവയുടെ വിഷയം വരുമ്പം 7 ദിവസം ചുറ്റി നടന്നപ്പം യോശുവയും കൂട്ടരും എന്ത് ചെയ്തു? എറിഹോ ചുറ്റി നടന്ന എറിഹോവിന്റെ മതിലിനെ താഴെ ഇട്ടു. എന്നാൽ യോശുവ അതിന് മുമ്പേ ഉള്ള കാര്യങ്ങളുണ്ട്. ഈ ജോർദാനിൽ കൂടെ പോയതും വിശ്വാസത്താൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, എഴുതിയിട്ടില്ലെന്ന് മാത്രം. രാഹാബ് വിശ്വാസത്താൽ തന്റെ ജീവനെ രക്ഷിക്കുന്നത്, തന്റെ കുടുംബത്തിന്റെ ജീവനെ രക്ഷിക്കുന്നതാണ്. ഇതെല്ലാം വിശ്വാസത്താൽ നടന്ന കാര്യങ്ങളാണ്. അതിനുശേഷം വിശ്വാസത്താൽ ഉള്ളതിനെ കുറിച്ച് ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, യാക്കോബ്, ദാവീദ്, ശമൂവേൽ എന്നിവരെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചു. അതിനുശേഷം വിശ്വാസത്താൽ എല്ലാവരെയും കുറിച്ചുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഹിതമുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിച്ചതിന് ശേഷം അവസാനം നമ്മളോട് പറയുന്നത് 40-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നമ്മെ കൂടാതെ 39 ചേർത്ത് വരയ്ക്കണം, അവർ എല്ലാവരും
വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് നല്ലതൊന്ന് ഒരുക്കി വെച്ചിരുന്നു. അവർ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, സിംഹങ്ങളുടെ വായ അടച്ചു, സ്ത്രീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇതെല്ലാം വിശ്വാസത്താൽ ചെയ്തതാണ്. ഇനി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഞാനും നിങ്ങളും വിശ്വാസത്താൽ എന്തെല്ലാം ചെയ്തെടുത്തു? ചിന്തിക്കുക. നമ്മളിത് പഠിച്ചുകൊണ്ട് കാര്യം മാത്രമല്ല, വിശ്വാസികളുടെ അല്ലെന്നുണ്ടെങ്കിൽ സാക്ഷികളുടെ ഒരു വലിയ സമൂഹത്തിന്റെ മുന്നിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് എന്ത് സാക്ഷ്യം പറയാൻ സാധിക്കും? ഞാൻ ഇത് വിശ്വാസത്താൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും? എന്തിനാണ് ഇത്രയും വലിയ വിശ്വാസ വീരന്മാരുടെ പട്ടിക ഉണ്ടെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ ചിന്തിക്കണം, ഈ പട്ടികയിൽ ഞാൻ പെടണമെന്നുണ്ടെങ്കിൽ ഇന്നാളാണെന്നുണ്ടെങ്കിൽ ഡാളസിലുള്ള എൻ്റെ ഒരാള് എന്നോട് പറഞ്ഞു, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ശലോമോന്റെ പേരില്ല. അത് ആ പുള്ളിക്ക് ഭയങ്കര പ്രയാസം. ആളുടെ പേരില്ലെന്നുള്ള ശലോമോന്റെ പേരില്ല. അങ്ങനെ ശലോമോന്റെ പേര് മാത്രമല്ല, അനേകരുടെ പേരില്ലല്ലോ വിശ്വാസത്താൽ വിശ്വാസ വീരന്മാരുടെ. എല്ലാവരും ഉണ്ടോ ഇതിനകത്തില്? ഇല്ലല്ലോ. കുറച്ചു പേരുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദാവീദിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ശമൂവേലിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞോ? ഇല്ല. ദാവീദ് കഴിഞ്ഞല്ലേ ശലോമോനുള്ളതാണോ അല്ലയോ? ദാവീദിനെ പറ്റി പോലും ഒന്നും പറഞ്ഞിട്ടില്ലെന്നേ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി നമ്മളെ പറ്റി എന്ത് പറയും? ഈ സ്വർഗം, നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ നിൽക്കട്ടെ. നമ്മള് എങ്ങനെയായിരിക്കും ചിന്തിക്കണം. അതാണ് അപ്പോസ്തലൻ നമ്മളോട് 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ചോദിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യം. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇതിന്റെ എഴുത്തുകാരനായിരിക്കുന്ന ദൈവദാസൻ നമ്മളോട് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. നമുക്കൊരു പ്രബോധനം പറഞ്ഞിരിക്കുകയാണ്. ആകയാൽ നാമും സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം. അപ്പൊ എങ്ങോട്ട് നോക്കണം? മുൻപോട്ട് നോക്കണം. എന്നെ സൈക്കിൾ പഠിപ്പിച്ചത് എന്റെ ജ്യേഷ്ഠനായിരുന്നു. അത് ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്താ. അവിടെ കൊണ്ടുവന്ന് സൈക്കിള് വാടകയ്ക്ക് എടുത്ത് 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരത്തേക്ക് സൈക്കിള് കിട്ടും. ഈ 10 പൈസ ഒപ്പിക്കാൻ വരുന്ന പാട് വളരെ ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലത്ത്. ആ പൈസ കൊടുത്ത് സൈക്കിൾ ഒപ്പിച്ച് അവൻ ചെന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് വരും. സൈക്കിൾ എല്ലാവർക്കും കൊടുക്കത്തില്ലല്ലോ. ആ സൈക്കിൾ ഏട്ടോന്ന് അറിയാവുന്നവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പം എനിക്കാണെന്നുണ്ടെങ്കിൽ നീളക്കുറവാണ്. എൻ്റെ കാലാണെന്നുണ്ടെങ്കിൽ പെടല് അവിടെ ചെന്ന് എത്തത്തില്ല. അപ്പം ഒരു കണക്കിന് അത് പിടിച്ച് കയറ്റി എന്നെ ഇരുത്തും. അപ്പം ഞാൻ കുനിഞ്ഞ് പെടല് എവിടെയാന്ന് കണ്ടിട്ട് അത് കാലി വെക്കാനായിട്ടുള്ള സ്ഥലം നോക്കുക. പെടലിലോട്ട് കാലി വെക്കാനായിട്ട്. അപ്പൊ ചേട്ടൻ പറയടാ, നീ മുന്നോട്ട് നോക്കുക. ഞാൻ മുന്നോട്ട് നോക്കാൻ പറയുന്നുണ്ട്. ഞാൻ കുനിഞ്ഞ് നോക്കുക, ഇതെവിടെ ഈ കാല് ചവിട്ടുന്നത്, കാലെവിടെ ചവിട്ടാൻ എനിക്ക് സ്ഥലം കാണുന്നില്ല.
ഞാൻ പറഞ്ഞു ഇത് ഞാനൊന്ന് ചവിട്ടട്ടെ, ആദ്യം പറയാം അതൊന്ന് ചവിട്ടാനുള്ള സ്ഥലം കണ്ടുപിടിക്കട്ടെ. എടാ അത് കണ്ടുപിടിക്കും, നീ മുന്നോട്ട് നോക്ക്, അത് നിന്റെ കാലേ വരും. ഇപ്പം സൈക്കിൾ പഠിപ്പിച്ചപ്പോഴെല്ലാം മുന്നോട്ട് നോക്കാനായിരുന്നു പറഞ്ഞത്. ഡ്രൈവിംഗ് പഠിക്കാൻ പോയി നാട്ടിൽ വെച്ച്. അന്നേരം ആ ഡ്രൈവർ പറയുന്നു, ഞാനിവിടെ കാല് നോക്കുക, കാലെവിടെയാ എത്തുന്നില്ല. കാലെത്തണം, ഇവിടെ ബ്രേക്കിലെത്തണം, ക്ലച്ചിലെത്തണം, പിന്നെ ആക്സിലറേറ്ററിലെത്തണം, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുന്നോട്ട് നോക്കുക നീ. അപ്പം മാസ്റ്ററോട് പറഞ്ഞ് ഞാൻ ഇത് കണ്ടുപിടിക്കുക, കാല അവിടെ ചെന്ന് എത്തിക്കോളും, നീ മുന്നോട്ട് നോക്കുക, സ്റ്റിയറിംഗെ പിടിച്ചിട്ട് മുന്നോട്ട് നോക്കുക. നിങ്ങൾ എങ്ങനെ, എത്ര പേർക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്? വല്ലാർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അങ്ങനത്തെ? ഇല്ല, എല്ലാവരും നിങ്ങളെല്ലാം മുന്നോട്ട് നോക്കിയിട്ടുള്ളവരാ. ആരും മിണ്ടുന്നില്ല. അതാ പറഞ്ഞ, എല്ലാവരും മുന്നോട്ട് നോക്കിയിട്ടുള്ളവരാ. മറ്റേ എന്റെ എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് ആരും കാണത്തില്ല. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? നിന്റെ ഓട്ടം, മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കണം? മുൻപോട്ട് നോക്കണം. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്നത്തെ നോട്ടം മിക്കവാറും ആൾക്കാരുടെ എല്ലാം എന്തോ എങ്ങോട്ടാണെന്നറിയാമോ? സൈഡിലോട്ടും താഴോട്ടുമാണ്. അവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നു, ഇവിടെ ആക്സിഡന്റ് ആയി കിടക്കുന്നു, അവിടെ അങ്ങനെ കിടക്കുന്നു, ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ സൈഡ് സീന് ചില സമയത്താണ് ഞാൻ ഷേർലിയെ പിക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് വരെ, അവള് ഇപ്പൊ ഏതെങ്കിലും ജോലി കഴിഞ്ഞ് വരികയില്ലയോ, അന്നേരം ഫോണിനകത്ത് എന്തെങ്കിലും കാണിച്ചു, കണ്ടോ ഇത് കണ്ടോ. ഞാൻ പറയണി വെച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുക, അന്നേരം അത് നോക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചെന്ന് വണ്ടി കൊണ്ട് നിർത്തി കഴിയുന്നുണ്ട് എന്റെ കാലിന്, അന്നേരം ഞാൻ നോക്കാം. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത് കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? കണ്ടാൽ എന്തോ പറ്റും? പ്രശ്നമുണ്ടാകും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ പറ്റുന്ന പാപം, സകല ഭാരം, ജീവിതത്തിലെ ഭാരങ്ങളെല്ലാം കൊണ്ട് നടക്കാൻ പറ്റിയ സ്ഥലമാണ് ദൈവസന്നിധി എന്നുള്ള ചിന്തയാണ്. സകല ഭാരങ്ങളും ഒഴിയാനായിട്ട് നമ്മൾ പഠിക്കണം. 3 കാര്യങ്ങൾ അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. സകല ഭാരം ഒഴിയണം, പിന്നെന്തോ വേണം? മുറുകെ പറ്റ പാപം വിടണം, നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അപ്പൊ ഈ ഓടുന്നത് സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ സ്പീഡിൽ ഓടിക്കഴിഞ്ഞ് കുറച്ചു നേരം തന്നെ ക്ഷീണിച്ചു പോകും. ക്ഷീണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇരിക്കും, പിന്നെ വയ്യ. സ്ഥിരമായിട്ട് ഓടുന്നവൻ എന്ത് ചെയ്യും? കുറച്ച് സ്പീഡ് കുറച്ച് മെല്ലെ തിന്നാൽ പനയും തിന്നാമെന്ന് പറഞ്ഞ മാതിരി പോകുന്നവരുണ്ട്. അവരെ അവിടെ ചെന്ന് എത്താൻ പറ്റത്തുള്ളൂ. നമ്മളത് സ്ഥിരതയോടെ ഓടാനായിട്ട് നമ്മൾ പഠിക്കണം. ഈ സാക്ഷികളുടെ സമൂഹം നമ്മളോട് എന്താ വിളിച്ചു പറയുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഈ ചില ഒത്തിരിയും പേരുടെ സാക്ഷ്യങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ഞാൻ കേൾക്കാനിടയായിട്ട് വന്നു. പലരുടെ സാക്ഷ്യം ഹൃദയം പൊട്ടിപ്പോകുന്ന സാക്ഷ്യങ്ങളാണ്. ഞാൻ പലരുടെയും സാക്ഷ്യം കേട്ടു. ഇതിനകത്തില് ഒരു പ്രാവശ്യം ചിക്കു കുറിയാക്കോസിന്റെ ഒരു സാക്ഷ്യം കേട്ടു. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ചിക്കു കുറിയാക്കോസിന്റെ പറഞ്ഞത് സാക്ഷ്യത്തിനകത്ത് ഒരു പ്രാവശ്യം പറഞ്ഞ സാക്ഷ്യമാണ്. എൻ്റെ വീട്ടില് അനേകര് പ്രാർത്ഥിക്കാൻ വരും. പാസ്റ്ററിന്റെ മോനാ, അതുകൊണ്ട് അനേകര് പ്രാർത്ഥിക്കാൻ വരും. പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട് ജീവിതത്തില്. എൻ്റെ മാതാപിതാക്കളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ എൻ്റെ മോനെ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കും, ഇവരെല്ലാം ഞാൻ ചത്തു പോകാൻ വേണ്ടിയില്ലയോ പ്രാർത്ഥിക്കുന്നു. അവസാനം ഒരു പാസ്റ്റർ വന്നു. കാരണം ക്യാൻസർ വന്ന് കൂടി കിടക്കുക, നിന്റെ ഹിതം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു പാസ്റ്റർ വന്നു, പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ ഇവൻ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. അന്നായിരുന്നു പാസ്റ്ററെ, അന്നായിരുന്നു എനിക്കൊന്ന് ജീവൻ കിട്ടിയത്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ സാക്ഷ്യം അത് എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളൊരു എനിക്കറിയത്തില്ല. അനേകർക്ക് അത് മനസ്സിലായിട്ടില്ല.
ദൈവം അവന് സൗഖ്യം കൊടുത്തു, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞ് അവനെ വിടുവിച്ചു. ഇതൊക്കെ പറയത്തുള്ളൂ. എന്നാൽ ഇവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. അവർക്ക് എങ്ങനെയാണ് ദൈവം വിടുതൽ കൊടുത്തത്? നമ്മൾ സാക്ഷ്യം കൊണ്ട് മാത്രമല്ല വേണ്ടത്. നമുക്ക് ഒത്തിരി പേര് സാക്ഷികളുണ്ടെന്ന് നമ്മൾ നോക്കണം. ഹാനോക്ക് ആരും ദൈവത്തോടുകൂടി നടക്കാൻ പറ്റാത്തപ്പോഴും ആര് നടന്നു? ഹാനോക്ക് നടന്നു. നോഹ ഒരു മനുഷ്യനും ഇല്ലാതിരുന്നപ്പോഴും തനിക്കും തന്റെ വീട്ടുകാർക്കും വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കി. അപ്പൊ നമ്മളും ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ഉണ്ടാക്കണം. അത് വിശ്വാസത്താൽ ഉണ്ടാക്കണം. ആ പെട്ടകം അന്ന് അദ്ദേഹം ഗോഫർ മരം കൊണ്ട് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്താൽ ഒരു പെട്ടകം ഉണ്ടാക്കണം. അതിനകത്തിൽ എൻ്റെ വീട്ടിലുള്ള ഒരു മുഴുവൻ കയറും, ആരും നശിച്ചു പോകത്തില്ല. അത് വിശ്വാസത്തിന്റെ പെട്ടകമാണ്. അത് കർത്താവായ യേശു എന്ന വിശ്വാസത്തിന്റെ നായകനാണ്. അവന് വേണ്ടി ആ പെട്ടകത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബവും കയറാൻ ഇടയായി തീരും. അത് സിംഹങ്ങൾ വന്ന് കയറിയതുപോലെ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം വന്ന് കയറും. മൃഗങ്ങളോടൊന്നും നോഹ പറഞ്ഞില്ല വന്ന് കയറാൻ. പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പിന്നെ ആരെ പറഞ്ഞാണ്? ദൈവം പറഞ്ഞു, ചെന്ന് നിങ്ങൾ ഈ രണ്ട് പേര് കയറാൻ പറഞ്ഞു. അവരെല്ലാം ചെന്ന് വന്ന് എന്ത് കയറി? കർത്താവ് പറഞ്ഞത് അനുസരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ഞാൻ വിശ്വാസത്താൽ ഈ പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവർ കയറുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വിശ്വസിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടു. നമുക്കൊരു പുറപ്പാട് ആവശ്യമാണ്. വിശ്വാസത്താൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടു 1996 ഒക്ടോബർ മാസത്തിൽ. ആ വിശ്വാസം കൊണ്ട് എന്നെ ഈ നിലയിൽ ഇവിടം വരെ നിർത്തിയിരിക്കുന്നത്, വല്യപ്പച്ചൻ എന്ന പദവിയിലേക്ക് ഉയർത്തിയത്, ഒരു ദൈവദാസൻ എന്ന പദവിയിലേക്ക് ദൈവം ഉയർത്തിയത്, ഒരു പാസ്റ്ററിന്റെ പിതാവ് എന്ന നിലവാരത്തിലേക്ക് ഉയർത്തിയത്, ഒരു പാസ്റ്ററിന്റെ അമ്മായിയപ്പൻ എന്ന നിലവാരത്തിലേക്ക് ഉയർത്തിയത്, ഇതെല്ലാം ഇത്രയും വലിയ പ്രൊമോഷൻ ദൈവം തന്നത് വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഇറങ്ങി. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മോന്റെ ചർച്ചിൽ ചെന്നു. ചർച്ചിൽ ചെന്ന് ഡോറിലോട്ട് കയറാൻ തുടങ്ങിയാണ് വേറൊരാള് ഇറങ്ങി വരുന്നു. ഇറങ്ങി വരുന്ന ആള് എന്നെ പരിചയപ്പെടുത്തി. അവിടെ ഡോർ കീപ്പർ പരിചയപ്പെടുത്തി. ദിസ് ഈസ് സാംസൺസ് ഡാഡ്. ഓ, ഐ നോ ഹിം. എന്നോട് പരിചയപ്പെടുത്തി ആൾ, ഡു യു നോ ഹിം? ഞാൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ. ഹി ഈസ് ദ ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്, ഒക്ലഹോമ സ്റ്റേറ്റ്. താങ്ക് യു സർ, നൈസ് ടു മീറ്റ് യു. ഒക്ലഹോമയിലെ ഗവർണറിന് പോലും എന്നെ അറിയാമെന്ന്, എന്നെ കണ്ടിട്ടില്ല, എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നിന്റെ പേര് വലുതാക്കുമെന്ന് പറഞ്ഞേ. ഈ മനുഷ്യന്മാരൊക്കെ കേൾക്കത്തക്ക രീതിയിൽ ആക്കി കർത്താവ് തന്നു. എന്തോ കേട്ടത്? ദൈവഭാഗത്തായെന്നും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നെന്നും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നെന്നും ഒക്കെ അറിയാൻ ഇടയായി തീർന്നു. യാക്കോബ് വിശ്വാസത്താൽ അനേക കാര്യങ്ങൾ ചെയ്തു. എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഞാൻ സകല ഭാരവും സകല പാപവും മുറുകെ പറ്റുന്ന പാപവും എല്ലാം വിട്ടിട്ട് എന്നെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഞാൻ സ്ഥിരതയോടെ ഓടുമെന്ന് നിങ്ങളിൽ എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കും? എനിക്ക് പറയാൻ സാധിക്കുമോ? ദൈവമക്കളെ, നമ്മൾ ഓടിയെങ്കിലേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഓടാതെ വലഞ്ഞു പോയ ആരാണ് വലഞ്ഞു പോയത്? ലോത്ത്. വലഞ്ഞുപോയ നീതിമാൻ എന്നുള്ള പേര് കേട്ടു. അതുപോലെ ഒന്നും ആയിത്തീരരുത്. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്താണ്? നിത്യതയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് കർത്താവിനോടുകൂടി വാഴുവാനാണ്. ഒരു സിംഹാസനം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യം വായിച്ചാണ്.
17 വരെയുള്ള വാക്യം. കുലീനനായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് വെച്ച് ദൂരദേശത്തേക്ക് യാത്ര പോയി. അവൻ 10 ദാസന്മാരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്തുകൊള്ളുവീനെന്ന് അവരോട് പറഞ്ഞു. അവന്റെ പൗരന്മാരോ അവനെ പകച്ച് അവന്റെ പിന്നാലെ പ്രതിനിധികളെ അയച്ചു. അവൻ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന് ബോധിപ്പിച്ചു. അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ താൻ ദ്രവ്യം കൊടുത്തിരുന്ന ദാസന്മാർ വ്യാപാരം ചെയ്തത് എന്തു നേടിയെന്ന് അറിയേണ്ടതിന് അവരെ വിളിപ്പാൻ കൽപ്പിച്ചു. ഒന്നാമത്തവൻ അടുത്തു വന്ന്, കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവനോട്, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്കാന്ന് കൽപ്പിച്ചു. കർത്താവിന്റെ രാജ്യത്തിൽ എനിക്കും അവനോടുകൂടെ വാഴാൻ അല്പസ്ഥലം എനിക്കും കിട്ടണം. ഇതാണ് എന്റെ ആഗ്രഹം. ഈ ലോകത്തിൽ അത് നേടി ഇത് നേടി എന്നുള്ളത് നേടിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കർത്താവിനോടുകൂടി വാഴണം. അതുകൊണ്ട് ഞാൻ എന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതാണ്. കർത്താവിനോടുകൂടി വാഴണം. എവിടെ വാഴേണ്ടത്? 1000 ആണ്ട് വാഴ്ചയിൽ, അത് കഴിഞ്ഞു നിത്യതയിൽ കർത്താവിനോടുകൂടെ അവന്റെ രാജ്യത്തിൽ വാഴുവാനാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വെച്ചിരിക്കുന്ന ഭാരം, ദുഷ്ടൻ വെച്ചിരിക്കുന്ന ഭാരം, മുറുകെ പറ്റുന്ന പാവം, ഇതെല്ലാം വിട്ടിട്ട് എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായിരിക്കണം നമ്മൾ പറയേണ്ടത്. നമ്മൾ കാണണം എന്താണ് എന്റെ മുന്നിൽ വെച്ചിരിക്കുന്നതെന്ന്. ഒരു വലിയ രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ് കർത്താവ്. അത് നമുക്ക് വാഴുവാനാണ് വരുന്നിരിക്കുന്നത്. എബ്രായ ലേഖനം 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു. അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം പലവട്ടം ഞാൻ നിങ്ങളോട് വായിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശു. അത് മലയാളത്തിൽ വായിക്കുന്നുണ്ട് നായകൻ എന്നാണുള്ളത്. ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട് ഓതർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രചയിതാവ്, അല്ലെന്നുണ്ടെങ്കിൽ ഓണർ, അല്ലെന്നുണ്ടെങ്കിൽ ഉടമസ്ഥാവകാശം. വിശ്വാസത്തിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ ഓണർ, അതിന്റെ രചയിതാവ് കർത്താവായ യേശുവാണ്. ഇത് ആദ്യം വിശ്വസിക്കണം. ഇനിയും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ആദ്യം അപ്പോസ്തലൻ പറഞ്ഞത് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറഞ്ഞിട്ട് പറയാണ്. എന്തിനു വേണ്ടിയാണ്, ആരെ നോക്കിയാണ് ഓടേണ്ടത്, എന്താണ് അതിന്റെ സാമ്പിള്? ആ സാമ്പിള് പറയുകയാണ്. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്. ആരുടെ മുൻപിൽ? യേശുവിന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. യേശു ഓടി എന്തിനായിരുന്നു? യേശുവിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു. അതെന്തായിരുന്നു? ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്നുള്ള സന്തോഷം. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കണം എന്നുള്ള സന്തോഷം. ആ സന്തോഷം ഓർത്തുകൊണ്ട് എന്ത് ചെയ്തു? അപമാനത്തെ എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി. പിന്നെ ക്രൂശിനെ സഹിച്ചു. ദൈവമക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ, ക്രൂശാന്ന് വലിയ പ്രയാസമാണ്, വലിയ കഷ്ടതയാണ്, വലിയ പ്രതികൂലമാണ്, പ്രശ്നമാണ്, കഷ്ടതയാണ്. എന്താണ് ഇത്? ക്രിസ്തീയ ജീവിതം പട്ടണത്തെ ജീവിതമല്ല, കഷ്ടപ്പാടുന്ന ജീവിതമാണ്. ഇന്നും ഒരു ദേവദാസൻ അയച്ചു, പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ദേവദാസന. കഷ്ടം സഹിക്കണം. യേശു ഇതൊക്കെ കണ്ടോണ്ട് അതോ യാത്ര ചെയ്തു, അതോ ദൈവസിംഹാസനത്തിൽ വലത്തുഭാഗത്തിരിക്കുന്ന കൊണ്ടാണ് യാത്ര ചെയ്തത്? എന്തു നോക്കിയാ യാത്ര ചെയ്തത്? സന്തോഷം ഓർത്തു. എന്തിനാ? തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തു.
ഈ നിന്നയും പരിഹാസവും കഷ്ടതയും ഒക്കെ സഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. എന്തിനാണ് നിങ്ങൾ ഈ ക്രിസ്തീയ ജീവിതം ഒന്ന് വിട്ടിട്ട് സാധാരണ ജീവിതത്തിലേക്ക് വന്നാട്ട്? ഒരാള് ഒരു എഞ്ചിനീയർ ആകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, എന്തിനാ പറയുന്നത്, ഒരു പ്ലംബർ ആകണം, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്, ഒരു പ്ലംബർ ആകണം. ഒരു പ്ലംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം നാറുന്ന ജോലിയാണെന്ന് അറിയാമോ? അവനത് ഈ സേഫ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അതിന്റെ പൈപ്പ് ലൈൻ ഇടുന്നു, ഇതിന്റെ പൈപ്പ് ലൈൻ ഇടുന്നു, അഴുക്കിനകത്തൂടെ മിഴുക്കിനകത്തൂടെ ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആണെങ്കിൽ എന്റെ മോൻ ഇന്നലെ പറഞ്ഞു, അപ്പൊ ഒരു പ്ലംബറിന് ശമ്പളം $90 കൊടുക്കണം. അപ്പയ്ക്ക് ആ പ്ലംബറെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് ചോദിച്ചു. അഴുക്ക് ജാലി കൂടെ പോകണം, അതിൽ കൂടെ പോകണം, ഇതൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ട് അവൻ പഠിക്കാൻ പോയില്ലെന്നുണ്ടെങ്കിൽ അവൻ പ്ലംബർ ആകും. ഓക്കെ, ഒരു ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ അയ്യോ അളിഞ്ഞതും പഴുത്തതും മുറിഞ്ഞതും ചോര വരുന്നതും ഇതെല്ലാം വലിച്ചു കീറണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെ കേട്ടപ്പോഴേ എനിക്കിതൊന്നും വേണ്ട, അവൻ ഡോക്ടർ ആകുമോ? ഇല്ല. ഈ ലോകത്തിലും എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ നീ എന്തെല്ലാം സഹിച്ചെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് കിട്ടത്തുള്ളൂ? നിനക്ക് ആ കസേര കിട്ടത്തുള്ളൂ. അപ്പൊ ആ കസേര കിട്ടണം, ആ സ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നീ പലതും സഹിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി നീ ഒന്നും പറയാറില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്ലംബർ വന്ന് വേല ചെയ്തു. അവൻ ഈ ആറിയ പരിപാടികൾ ചെയ്യുന്നുണ്ടെന്ന് അവന് ഒരു കുഴപ്പവുമില്ല. അവൻ അതിനെയല്ല നോക്കുന്നത്. അവൻ എന്തിനാ നോക്കുന്നത്? അവൻ പണത്തെയാ നോക്കുന്നത്. നമുക്ക് തരാനിരിക്കുന്ന ആ സിംഹാസനത്തെ അല്ല നോക്കുന്നത്, നമുക്ക് തരാനിരിക്കുന്നതിനെ അല്ല നമ്മൾ നോക്കുന്നത്. ഇവിടെയുള്ള ഒട്ടുമുക്കാൽ ദൈവമക്കളും എനിക്കെന്ത് കാര്യം സാധിച്ചു കിട്ടും, അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കൂടെ പോകുന്ന വലിയ പ്രയാസമാണ്, കഷ്ടതയാണ്, ദാരിദ്ര്യമാണ്, പ്രയാസമാണ്. ഇതിനെക്കുറിച്ച് പറയാനേ ഉള്ളു നേരം. ഈ ദൈവമക്കളെ, നീ എന്തെങ്കിലും ആയി തീരണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഇവിടെ കർത്താവ് എന്തൊക്കെ സഹിച്ചത് നോക്കിയേ. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അത് കാരണം ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു. ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എളുപ്പമായിരുന്നു. ഈസി ആയിരുന്നോ? ക്രൂശ് ഈസി ആയിരുന്നോ? അല്ല. ഓ, കഷ്ടതയുടെ ജീവിതമാണ്. എന്തിനു വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ടത്? യേശു എന്തിനു വേണ്ടിയായിരുന്നു കഷ്ടപ്പെട്ടത്? ആർക്ക് വേണ്ടിയായിരുന്നു? ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. നിനക്ക് കർത്താവിനോട് കൂടെ ഇരിക്കണോ സിംഹാസനത്തിൽ? നീ കഷ്ടതയെ പറ്റിയല്ല പറയേണ്ടത്. എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത് ഓർത്ത് സന്തോഷിക്കാൻ പഠിക്കണം. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയിരിക്കുന്നതിനേക്കാണ് എന്റെ കണ്ണുള്ളത്. അതോർത്തുകൊണ്ട് ഞാൻ സ്ഥിരതയോടെ യാത്ര ചെയ്യുമെന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. അടുത്ത വാക്യോട്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല മകനെ. ഈ 4 വാക്യത്തിനകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ, ക്രിസ്തീയ ജീവിതം ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന് നേരിട്ട പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രതികൂലങ്ങളെയും സഹിച്ചവനെ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. നിന്റെ നിലനിൽപ്പുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനാണ് വിശ്വാസികളുടെ ഒരു സമൂഹത്തെ നമ്മുടെ മുൻപിൽ വെച്ചത്. അവരെല്ലാം കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിലൂടെ യാത്ര ചെയ്തവരാണ് ഓരോരുത്തരും. ആണോ അല്ലയോ? ആണോ? എല്ലാവരും, സകല മനുഷ്യരും പ്രശ്നങ്ങളിൽ കൂടെയും പ്രതികൂലത്തിൽ കൂടെയും നടുവിലൂടെ യാത്ര ചെയ്തതാണ്. അതിനുശേഷം യേശു ഇതിനകത്തൂടെ യാത്ര ചെയ്താണ്. അവനെ ധ്യാനിക്കണം. എപ്പോൾ? നിന്റെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോ അവനെ ധ്യാനിക്കണം.
എന്നാലേ നിനക്ക് ഉറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷികളുടെ ഒരു സമൂഹം എൻ്റെ ചുറ്റിനുമുണ്ട്, യേശു എൻ്റെ മുന്നിലുണ്ട്. അവനെ ധ്യാനിച്ചാൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എങ്കിൽ മാത്രമേ പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗം ചെയ്യുവാൻ പറ്റത്തുള്ളൂ. പാപത്തോടെ എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ യേശുവിനെ ധ്യാനിച്ചെങ്കിൽ പറ്റുകയുള്ളൂ. മക്കളെ, നമ്മൾ പലപ്പോഴും കൺട്രോൾ തെറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? യേശുവിനെ ധ്യാനിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രി കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നത് ഒറ്റ കാര്യമാണ്. ഈ ലോകത്തിലുള്ള വിഷയത്തോടോ ലോകത്തിലുള്ള പ്രശ്നത്തോടോ ഒന്നും നോക്കാതെ സാധാരണ മനുഷ്യന് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും ആയി തീരണമെന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ബുദ്ധിമുട്ട് കൂടെ പോകുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തെങ്കിലും ആയി തീരാനല്ല, അവനോട് കൂടെ വാഴുവാനാണ്. ആരോടുകൂടെ? കർത്താവിനോടുകൂടെ വാഴുവാൻ. നമ്മുടെ മുന്നിൽ ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്, സ്ഥിരതയോടെ ഓടുന്നതിന് വേണ്ടി ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്തെ നോക്കുമ്പോൾ മാത്രമേ ദൈവമക്കളെ നമ്മുടെ യാത്ര സുഖമാകത്തുള്ളൂ. പലർക്കും ഈ ലക്ഷ്യസ്ഥാനം അറിഞ്ഞുകൂടാ. നിങ്ങളും ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കാൻ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. 25-ാം അധ്യായത്തിനകത്ത് 2 ഉപമകളാണുള്ളത്. ഒന്ന് ആദ്യത്തെ 10 കന്യകമാരുടെ കാര്യം. അതിനുശേഷം യേശു പറയുന്ന ഒരു ഉപമയാണ് 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാണ്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ചു, തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. ഇനി 19-ാമത്തെ വാക്യം. യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ആ 22-ാമത്തെ വാക്യം കർത്താവിനെ 21-ാമത്തെ വാക്യം ഒന്ന് ഇംഗ്ലീഷ് വായിച്ചാണ്. His Lord said to him, well done, good and faithful servant. You were faithful over a few things. I will make you ruler over many things. Enter into joy of your Lord. And he said, I'll make you the ruler of many things. റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റൂള് ചെയ്യുന്ന ആള്. അപ്പം കർത്താവ് നമ്മളെ അവന്റെ 2-ാമത്തെ വരവിൽ കർത്താവ് തന്നത് വ്യാപാരം ചെയ്ത് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്താൽ നമ്മളെ കർത്താവിന്റെ കാലത്ത് നമ്മളെന്ത് ചെയ്യും? അവനോടുകൂടി വാഴുവാനുള്ള പദവി നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഇവിടെ ലോകത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഒന്നും കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്ത് ദൈവത്തോടുകൂടി വാഴുവാൻ ദൈവം നിങ്ങളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതുകൊണ്ട് ക്ഷീണിച്ച് മടുത്തു പോകാതെ പാപികളാൽ നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. 2-ാമത്തെ പ്രബോധനം പറയുന്നു, നീ പാപത്തോട് പോരാടുന്നതിൽ ഇതുവരെ പ്രാണത്യാഗത്തോടും എതിർത്ത് നിന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് എതിർത്ത് നിന്ന് ദൈവത്തെ നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി ഓടിച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ
നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. സ്തോത്രം. പ്രൈസ് രാത്രികാലവും നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ആഴമേറിയ ഇതിലെ വാക്കുകളാണല്ലോ, വാക്യങ്ങളാണല്ലോ രാത്രികാലം ചിന്തിച്ചത്. നമുക്കെല്ലാം വളരെ പരിചിതമായ വേദഭാഗങ്ങളാണല്ലോ. 11-ാം അധ്യായത്തിൽ അനേക വീരന്മാരെ കാണിച്ചതിന് ശേഷം നമ്മളോടുള്ള ആഹ്വാനമാണല്ലോ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ഓടാം. അതിനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ താഴ്ച സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം.